ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എറണാകുളത്തെ MG റോഡിൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നല്ലൊരു ലഞ്ച് കഴിക്കുക, അതിനുശേഷം ഷോപ്പിംഗ്. ഇപ്പത്തെ പിള്ളേർക്ക് എന്താ സ്കൂളിൽ പോയി മനസ്സിലാവും വാട്ട് പീപ്പിൾ ഹിയർ വാച്ചസ്. Chaco, look at me. Chaco. പപ്പടമൊന്നും ഞാൻ കഴിക്കില്ല. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറിയിരുന്നതിന് ശേഷവും ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു ഫുഡ് വരാനായിട്ട്. ഞാനും രഞ്ജിത്തും ഫിഷ് കറി മീൽസാണ് പറഞ്ഞത്. പക്ഷേ അതവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ വെജ് മീൽസ് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഠിനമായി പോയത്. കേക്ക് മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ വാശിയുടെ പുറത്ത് കേക്ക് മേടിച്ചു. എന്തിനാണ് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മധുരം കഴിച്ചു. അവര് പലതും അങ്ങനെ പറയൂട്ടോ. കേക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിച്ചോളൂ, ഇനി അത് വേണ്ട. അങ്ങനെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദി ഔട്ട്ഡോർ എന്ന് പറയുന്ന പനമ്പള്ളി നഗറിലുള്ള ഷോപ്പിലേക്ക് പോയി. ഇവർ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടാണ് ഈ ഷോപ്പിനെ പറ്റി ഞാൻ അറിഞ്ഞത് കേട്ടോ. കൊള്ളാല്ലേ, നല്ല വൃത്തിയുണ്ട്, നല്ല ഒതുങ്ങിയിരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ. ഇനി ഒരു 5 ദിവസത്തേക്ക് ഒന്നും കഴിക്കരുത്. ബർത്ത്ഡേ വരെ ഒന്നും കഴിക്കരുത്. കഴിച്ചാൽ അതോടുകൂടി തീരുമാനം. ഈ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രീവിയസ് വണ്ണാണ് സെലക്ട് ചെയ്തത്. അതെ, ഇറ്റ്സ് റെയിനിങ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഒരു ഹാപ്പി സ്റ്റോറിലേക്കാണ് പോയത്. എനിക്ക് പ്രിയനെയും ദിലുവിനെയും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വ്ളോഗ്സൊക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട്. അങ്ങനെ അവരുടെ സ്റ്റോറിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണേ. വൈറ്റ് ടീ-ഷർട്ട് സ്ട്രൈറ്റ് ഓൺ. നമ്മുടെ ഉള്ളല്ലേ. ഇവിടെ ഇങ്ങനെ വരുന്നത് സാരി കൊള്ളാല്ലേ. 6500 രൂപ. നല്ല ഓട്ടെ മേലെ കാണിച്ച് ബില്ല് ചെയ്യട്ടെ കേട്ടോ. ഇത് ഷേപ്സ് മാറ്റി ഇതാക്കിയോ? ഞാനിപ്പോൾ ഇവിടെ പെർമനൻ്റ് ഐബ്രോ ശരിയാക്കാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. നമ്മുടെ സീമാജി നായർ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഇവിടെ ഒരു വ്ളോഗ് കണ്ടിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചിയാണ്
റീന ചേച്ചിനെ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ റീന ചേച്ചിയാണ് ഇപ്പോൾ എൻ്റെ ഐബ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഐബ്രോ ചെയ്തു, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. ഇത് 2-3 ദിവസം കഴിയുമ്പോൾ മങ്ങും. അപ്പൊ പറ, സത്യം പറ. ചക്കു ബേബി, അമ്മ മാറിപ്പോയാ? അങ്ങനെ ഇവിടെ നമ്മൾ വിചാരിക്കാതെ അമ്മയുടെ ഫ്രണ്ടിന്റെ വൈഫിനെ മീറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ അല്ലേ ആൻറ്റി? ബ്ലോഗിൽ വന്ന് ആൻറ്റി എന്നെ പോലെ എന്താ പറയാ, നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടി സുന്ദരിയാവാനായിട്ട് അല്ലേ വന്നേക്കാണ്. അല്ല, നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല അല്ല, അങ്ങനെയല്ല, ഞാനും ശരിയാ കണ്ടിട്ടില്ല, അതിന് കണ്ടിട്ടില്ല. ചിലപ്പോ ഇതിന് സുന്ദരിയായിരുന്നിരിക്കില്ലേ. കൊള്ളാം അല്ലേ? നമ്മള് കണ്ടിട്ടില്ലല്ലോ ഈ കളർ. വെറുതെ മറ്റേ ലാപ്ടോപ്പ് വർക്കിംഗ് ഒക്കെയാണ്. അത് അതിലൊരു സാധനം ചെയ്തിട്ട് വേണ്ടി നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നല്ല മതി. എൻ്റെ സിസ്റ്റം മുന്നോട്ട് പോയാൽ പിന്നെ എൻ്റെ അത് കിട്ടും. വലിയത് വരുന്നുണ്ടല്ലോ, അറിയില്ല. പാടല്ല. ബ്ലോഗിലിടാനാ, വേറെ ഒന്നുമില്ല. അപ്പോൾ വൈകിട്ടായപ്പോൾ കുട്ടികൾക്കൊക്കെ വാഫിൾസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിറ്റേത്തുകരയിലുള്ള, അതായത് കാക്കനാട് ചിറ്റേത്തുകരയിലുള്ള പോൾസ് ക്രീമറിയിൽ പോയിട്ടുണ്ടായിരുന്നു 2019. അപ്പോൾ ഇപ്പോഴും അവിടെ ആ ഷോപ്പ് ഉണ്ടോയെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഷോപ്പ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നു. നല്ല വാഫിൾസാണ്, നല്ല ഫ്രഷ് വാഫിൾസാണ്. അതുപോലെ ഐസ്ക്രീംസിനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. Chocolate waffle, Nutella waffles with whipped cream and ice cream. What ice cream? Vanilla. തെറിക്കുന്നുണ്ട് ഐസ്ക്രീം. തത്തിന്റെ തലയിലൊരു വീണു ഐസ്ക്രീം. അപ്പോൾ ചക്കുകൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ കെയറിൽ കയറി നോക്കി. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഡ്രസ്സ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്സിലും കയറി. അതിൻ്റെ അടുത്ത് തന്നെ മാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ കിട്ടി. അങ്ങനെ ഫുൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും.